നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. യുഎഇയിൽ കളിയാട്ടത്തിൽ പങ്കെടുത്ത കനലാടിമാർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്നും അനാവശ്യ വിവാദമാണ് നടക്കുന്നതെന്നും കനലാടിമാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. നവംബർ 24-ന് അജ്മാനിൽ നടന്ന കളിയാട്ടം അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരുത്താത്ത രീതിയിലാണ് നടത്തിയിട്ടുള്ളതെന്നും ആചാരവിധി പ്രകാരം അടയാളം കൊടുത്ത് വെറ്റില കൈനീട്ടം നൽകി അണിയറയിൽ വെച്ച് വന്ദനം ചെയ്ത് തോറ്റവും വെള്ളാട്ടവും ചിട്ടയോടെയാണ് കളിയാട്ടം നടത്തിയതെന്നും ഇവർ പറഞ്ഞു. ഇത്തരത്തിൽ നടന്ന കളിയാട്ടം തെറ്റിദ്ധാരണജനകമായ വിമർശനങ്ങൾക്ക് വിധേയമായത് അത്യന്തം അപലപനീയമാണെന്ന് പത്മശ്രീ നാരായണ പെരുവണ്ണാൻ പറഞ്ഞു. കളിയാട്ടം കഴിഞ്ഞതിന് ശേഷം അതിൽ പങ്കെടുത്ത കനലാടികളെ എല്ലാവരും കുറച്ച് ദിവസങ്ങളിലായി വിവിധ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപങ്ങൾക്ക് പാത്രീഭൂതമായിരിക്കുകയാണ്. തികച്ചും അനിവാര്യമായ ഒരു വിവാദമാണ് ഇവിടെ നടക്കുന്നത്. നവംബർ 24-ന് അജ്മാനിൽ വെച്ച് നടന്ന കളിയാട്ടം അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരാത്ത രീതിയിലാണ് നടത്തിയിട്ടുള്ളത്. ആചാരവിധി പ്രകാരം അടയാളം കൊടുത്ത് വെറ്റില കൈനീട്ടം നൽകി അണിയറയിൽ വെച്ച് വന്ദനം ചെയ്ത് തോറ്റവും വെള്ളാട്ടവും ചിട്ടയോടെ നടന്ന കളിയാട്ടം തെറ്റിദ്ധാരണാജനകമായ വിമർശനങ്ങൾക്ക് വിധേയമായത് അത്യന്തം അപലപനീയമാണ്. ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ ഒരു ലേപമോ വിഘ്നമോ വരുത്താതെ നടത്തിയ ഈ കളിയാട്ടത്തിൻ്റെ എതിരെ ചില കേന്ദ്രങ്ങളിൽ നിന്നും ദുഷ്പ്രചരണം അഴിച്ചുവിടുന്നത് നിന്ദ്യമാണ്. തെയ്യങ്ങളെ കെട്ടിയാടാൻ വേദിയായത് ആദ്യം അജ്മാനിലെ വിന്നേഴ്സ് ക്ലബ്ബ് ആണ് ആദ്യം അവർ ഉദ്ദേശിച്ചത്. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ക്ലബ്ബിൽ വെച്ച് നടത്തുമ്പോൾ അതിൻ്റെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം. വലിയൊരു ഓഡിറ്റോറിയവും മൈതാനവും ചേർന്നതാണ് ക്ലബ്ബ്. അവിടെ കാവുണ്ടാക്കി എല്ലാ വിധാനങ്ങളും ഒരുക്കി ആചാരാനുഷ്ഠാനത്തോടു കൂടിയാണ് കളിയാട്ടം നടത്തിയത്. അവിടെ കെട്ടിയാടിയ തെയ്യങ്ങളൊക്കെയും പതികെട്ടി നിവർത്തിക്കുന്ന കോലങ്ങളാണ്. കളിയാട്ടം നടത്താൻ തീരുമാനിച്ചപ്പോൾ അബുദാബിയിലെ ക്ഷേത്ര പരിസരത്ത് വെച്ച് നടത്താനാണ് ആദ്യം പദ്ധതിയിട്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ സ്ഥലം ഒത്തുവന്നില്ല. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒരു ലോപമോ വിഘ്നമോ വരുത്താതെയാണ് കളിയാട്ടം നടന്നത്. എന്നാൽ ചില കേന്ദ്രങ്ങളിൽ നിന്നും ദുഷ്പ്രചാരണം തിരിച്ചുവിടുകയാണ്. ഇത് നിന്ദ്യമാണ്. കളിയാട്ടം നടത്താൻ തീരുമാനിച്ചപ്പോൾ അബുദാബിയിലെ ക്ഷേത്ര പരിസരത്ത് വെച്ച് നടത്താനാണ് പദ്ധതിയിട്ടിരുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ സ്ഥലം ഒത്തുവന്നില്ല. യുഎഇയെ സംബന്ധിച്ചിടത്തോളം കളിയാട്ടമോ മറ്റു ഉത്സവ പരിപാടികൾ നടത്താനുള്ള സൗകര്യം അസോസിയേഷനുകളുടെ അല്ലെങ്കിൽ ക്ലബ്ബുകളുടെ ഓഡിറ്റോറിയം, മൈതാനം എന്നിവയെ സൗകര്യപ്പെടുകയുള്ളൂ. 15 വർഷത്തോളമായി നടക്കുന്ന മുത്തപ്പൻ നടന്നത് അസോസിയേഷൻ ഹാളിലും എക്സ്പോ സെന്ററിലുമൊക്കെയായിരുന്നു. അന്നൊന്നും ഒരു വിവാദവും ഉണ്ടായിരുന്നില്ലെന്ന് ഓർക്കണം. MP കുഞ്ഞിരാമ പണിക്കർ, M രാജൻ പെരുവണ്ണാൻ, KP ജയരാജൻ പെരുവണ്ണാൻ, TV ഷൈജു പെരുവണ്ണാൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.